ബോള്. ഓ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ഈവനിങ് ക്രിക്കറ്റ് കാണിക്കാം. ഇത് ആണ് ഒ പി ഗ്രൗണ്ടിൽ ഇത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് സ്ഥിരമായിട്ട് നടന്നു പോണൊരു പരിപാടിയാണിത്. ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറയാം. അപ്പോൾ അതിലെ ഒരു ദിവസം അല്ലെങ്കിൽ അതിലൊരു കളിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ സാധനം കുഴിയൊക്കെ പോയടാ. ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ, 11-ൻ്റെ. അപ്പോൾ അവർ കളിച്ച് നമ്മുടെ പിച്ചൊക്കെ നാശാക്കിയ കാരണം വിക്കറ്റ് മാറ്റിയടിക്കുകയാണ് കാർന്നൂർ വിജയേട്ടൻ്റെ നേതൃത്വത്തിൽ. ഓരോരുത്തരായിട്ട് എല്ലാവരും എത്തിത്തുടങ്ങി. ഇത് വേറൊരു സ്റ്റാർ പ്ലെയർ അഖിലളി. ഇതാണ് നമ്മുടെ പന്ത്. ഹാർഡ് ടെന്നീസിലാണ് ഇന്നത്തെ കളി. ഇതാണ് ഇന്നത്തെ 2 ക്യാപ്റ്റന്മാർ, ഒന്ന് വ്യാസം കെ.പി, പിന്നെ ഒന്ന് ജെഫിൻ. ഓടറിയാനായിരുന്നു ടോസ്. ജെഫിൻ ടീമിലായിരിക്കടാ. ഓക്കെ, നൈസ് ടീമുണ്ട്. സെറ്റ്. റൺ കളിക്കാം. സാധാരണ 2 കളികൾ കളിക്കാറുണ്ട്, 2-3 ഇപ്പൊ വേഗം ഇരുട്ടാവല്ലേ, ചിലപ്പോ ഒരു കളി കളിക്കാൻ പറ്റുള്ളൂ. ഓ, പറഞ്ഞ വഴിക്ക് മിട്ടാരടുത്തേക്ക് ഒരു ക്യാച്ച്. 6. രണ്ടാമത്തെ ഓവർ വ്യാസം കെ.പി സ്ട്രൈക്കിൽ, ജെഫിൻ ബോള്. ഓ, വ്യാസൻ വിക്കറ്റ് എടുത്തിരിക്കുന്ന ജെഫിൻ. ക്യാപ്റ്റൻ ടു ക്യാപ്റ്റൻ. ആദ്യ പന്തിൽ തന്നെ വ്യാസനെ പറഞ്ഞു വിട്ടു. അതൊരു കിട്ടില്ല, ഷോട്ടായിരുന്നു. 6. ജെഫിന് ഒരു 6 അടിച്ചിട്ട് 2 ഓവറിൽ 17. വ്യാസിൻ്റെ ടീം 2 ഓവറിൽ 17 സ്കോർ ചെയ്തിട്ടുണ്ട്. വ്യാസിൻ്റെ വിക്കറ്റ് പോയി. വീണ്ടും ഒരു 6. വിജയന്റെ കുറ്റി തെറിപ്പിച്ച് ഭവിത്ത് ഒരു വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അത് ക്യാച്ചായില്ല, 6 ആയി. ഓ, അളി റിവേഴ്സ്. വീണ്ടും ഒരു ഫുൾ ടോസ്, ക്യാച്ചായിരുന്നു. ദീപ് വിട്ടു, അതും 4 ആയി. ഓ, ഒരു ഭയങ്കര ഒരു ട്രിക്ക് ബോളായിരുന്നു. മിഠായി ആ വിക്കറ്റ് എടുത്തു. കിടിലം ബോളായിരുന്നു. വ്യാസം കെ.പിക്ക് വേണ്ടി അടുത്ത ബാറ്റർ ലാൽ പൂമല, തീ തുപ്പിലാൽ എന്ന് വിളിക്കും. വീണ്ടും ഓഫിലോ. മിഠായിക്കിടെല്ലാം പന്തുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാച്ച് വിട്ടപ്പോൾ വീണ്ടും ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടു. ലാൽ പൂമല വാമായിട്ടില്ല എന്നാ പറയണത്. ഫുൾ ടോസ് പോലും വാമാവാതെ അടിക്കില്ല എന്നാണ് ലാൽ പൂമല പറയണത്. ഫുൾ ടോസ് പോലും തട്ടിട്ടു. ഇത് പെരുങ്ങണ്ടൂരിന്റെ തിരുപ്പ് വൈശാഖ്.
അയ്യോ, ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ്. ഓ, ഉണ്ണിയങ്ങളുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് വൈശു പ്രതികാരം ചെയ്തിരിക്കുന്നു. ഒരു ലാലിൻ്റെ റിവേഴ്സിനുള്ള ശ്രമം പാളിപ്പോയിരിക്കുന്നു. ഡോട്ട് ബോൾ. നമുക്കേ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കാം, ഇല്ലെങ്കിൽ അത്തേണ്ടി ചിലപ്പോൾ റിവേഴ്സ് അടിക്കാന്ന് പറഞ്ഞിട്ട് ബാറ്റ് എടുത്തിട്ട് തന്നെ മോന്തമിക്ക് എറിയും. അങ്ങനെ സംഭവിക്കാറുണ്ട്. കണ്ട പോയി, അത് ജെഫി എടുക്കും. എടുക്കാറുണ്ട് സാധാരണ, അത് വിട്ടു. അയ്യോ, അളി അങ്ങനെ ഒപ്പിയിലെ 917 ക്യാച്ചും വിട്ടിരിക്കുകയാണ്. ഇതെങ്കിലും അളി പിടിക്കുമെന്ന് നോക്കാം. അത് പിടിച്ചു. എത്രയായി സ്കോർ? എത്ര ചേട്ടാ? 69 റൺസ് അടിച്ചിട്ടുണ്ട് വ്യാസം കെപ്പിയുടെ ടീം. 70 റൺ, 6 ഓവറിൽ 70 റണ്ണ് ജയിക്കാൻ. ജെഫിന് വേണ്ടി തേര് തളിക്കാൻ ഭവിത്തും ദീപും. ഭവിത്ത് ആദ്യത്തെ പന്തിൽ തന്നെ ആക്രമിക്കാനുള്ള തീരുമാനമാണ്. രണ്ടാമത്തെ ബോളിലും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. കിട്ടില്ല. സാധാരണ അവിടെ ഇങ്ങനെ ബൗൾഡുകൾ അധികം വരാറില്ല, കൂടുതലും ക്യാച്ചാണ് ആവാറ്. പക്ഷെ ഇന്ന് ഇപ്പം തന്നെ 3 ബൗൾഡായി. വീണ്ടും ഒരു കിട്ടില്ല ബോൾ. 6 ഓവറിൽ 70 റണ്ണാണ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ബൗണ്ടറി ഒന്നുമില്ല. വീണ്ടും AP. മിസ്സായി. ഷോട്ട്. വീണ്ടും പിന്നെ ഒരു 6. വീണ്ടും ഫുൾ ടോസ്. Again a great shot. എക്സ്പെൻസീവ് ഓവർ അറിഞ്ഞ് അജയ് തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റന്റെ തീരുമാനം കണ്ടിച്ചുകൊണ്ട് അഖിലളി പന്തെടുത്തിരിക്കുകയാണ്. അഖിലളി വന്ന വഴിക്ക് ഒരു ഫുൾ ടോസ്. ഇതേ പോണോട്ടോ പന്ത്. ബാറ്റിംഗ് എടുക്കാൻ പറ്റില്ല. 6. നമ്മുടെ സർട്ടിഫൈഡ് അമ്പയർ ദീപക് അളിയന ആദ്യത്തെ പന്തിൽ തന്നെ 6 അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ബോൾ. വീണ്ടും ഫുൾ ടോസ്. കണക്ഷൻ. AP മനോഹരമായ ഒരു ക്യാച്ച് എടുത്തിരിക്കുകയാണ്. ഫുൾ ടോസ് ആയിരുന്നു. അളി പറയണത് ഫുൾ ടോസ് ആണ്, അത് അടിച്ചാലും കിടക്കില്ല എന്നാണ് അളി അവകാശപ്പെടുന്നത്. ഓൾ ഔട്ട് ആക്കി തരാമെന്നാണ് പറയുന്നത്. കളി വാശിയാവുന്നുണ്ട് ഗൈസ്. ക്യാപ്റ്റൻ ഇറങ്ങിയിട്ടുണ്ട്. വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിട്ട് ക്യാപ്റ്റൻ. ഒന്തി ക്യാച്ചാണ്. ചാൻസ്. വിജയേട്ടൻ്റെ നൈസ് ക്യാച്ച്.
എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നായകന്മാരുണ്ടാവാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രിൻസാൻ പിഞ്ചാൻ. ഓ ഷോർട്ട് ബോൾ, അത് കണക്ട് ചെയ്തു, കറക്റ്റായിട്ട് കണക്ട് ചെയ്തു. 6. ദീപു ടച്ചിലാണ്, അപ്പോൾ ഇപ്പോഴും ചാൻസ് ഉണ്ട്. വിജയേട്ടാ സ്കോർ എന്തായി? 3 ഓവറിൽ ഇനി 30 റൺസ് കൂടി മതി. അപ്പോൾ ശരിക്കും അപ്പർ ഹാൻഡ് ചേസിൻ ടീമിനാന്ന് പറയേണ്ടി വരും. പക്ഷെ അത് ദൈവമേ ഇതേ വന്നു മോനെ. ക്യാപ്റ്റൻ വ്യാസം KP, ദ പ്യുവർ ക്രിക്കറ്റ് ബ്രെയിൻ. എങ്ങനെ കളി തിരിക്കുന്നു നോക്കാം. ദീപുവിൻ്റെ വിക്കറ്റ് എടുത്തേ പറ്റൂ വ്യാസം KP, എന്നാലേ കളിയിൽ ചാൻസ് ഉള്ളൂ. ഓവർ പിച്ച് ബോൾ അടിച്ച് പുറത്തിട്ടു. ഇനി വെറും 22 റൺസ് ഉള്ളു ഡിഫെൻഡ് ചെയ്യാൻ. ഈ വിക്കറ്റ് എടുക്കാതെ ഒരു കളിയില്ല അവർക്ക്. വീണ്ടും ഓവർ പിച്ച്. ഇത് ചാൻസ് ഉണ്ടായിരുന്നു. വീണ്ടും വിജയേട്ടന്. ബ്യൂട്ടിഫുൾ ക്യാച്ച്. യെസ്, കളിയായിട്ടാ. ദീപുവിൻ്റെ വിക്കറ്റ് പോയി. 22 റൺസ് വേണം. വ്യാസം KP, ഞാൻ പറഞ്ഞില്ലേ ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂ ആയിട്ട് വ്യാസം KP വരും. വീണ്ടും ഒരു ഓവർ പിച്ച്. വ്യാസന് ഓവർ കോൺഫിഡൻസ് ആയി. ന്യൂ ബാറ്റർ ആദ്യത്തെ ബോളിൽ തന്നെ ഒരു ബൗണ്ടറി അടിച്ചു. വീണ്ടും വ്യാസം KPയുടെ ആ ബോളും കണക്റ്റായി. APയുടെ മാരക ഫീൽഡിങ്. 2 ഓടി എടുത്തു. 2 ഓവറിൽ 12 ബോളിൽ നിന്ന് 16 റൺസ് വേണം. ഇവരനാണ് ലാൽ പൂമല. അവന് സൊഹൈൽ തൻവീറിൻ്റെ ബോളിംഗ് ആക്ഷനാണ്. ആയിക്കോട്ടെ. 11 ബോളിൽ നിന്ന് 16 റൺസ് മതി. പക്ഷേ ലാസ്റ്റ് വിക്കറ്റായി. അജിത്തും പെരിങ്ങണ്ടൂരിൻ്റെ MSD വൈശാഖ്. അജിത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ലാൽ പൂമല ഇതെല്ലാം ബോളായിരുന്നു. പക്ഷെ ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിലും വ്യാസൻ നട്ടാക്കൂടെ ഒരു 4 മെഴുകിയിരിക്കുകയാണ്. കളി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. 12 റൺസ് ലാസ്റ്റ് വിക്കറ്റ്. ഷോർട്ട് ബൗൺസ്, കിടിലം ബോളായിരുന്നു. 2 ഓടാനായിട്ട് വൈശാഖിന്റെ ക്രൂഷ്യൽ ഗോൾ. യെസ്, ഈസി ടു. 9 പന്തിൽ നിന്നും 10 റൺസാണ് വിജയലക്ഷ്യം. ഒരു കിടിലം ബോളായിരുന്നു. ഒരു സ്ലോവർ. ഷിയർ പേസ്. വീണ്ടും ഫുൾ ടോസ്. ഓൺലി സിംഗിൾ. ആദ്യത്തെ ഓവർ കിടലിനായിട്ട് ഇറങ്ങിയ AP ആണ് ബോൾ ചെയ്യാൻ വരുന്നത്. 9 റൺസ്. 6 ബോളിൽ നിന്ന് 9 റൺസ് വിജയലക്ഷ്യം. ഒറ്റ വിക്കറ്റുള്ളൂ. വ്യാസന്റെ ഇത്തവണ ഫീൽഡിങ്ങിലെ പിഴവുകൾ വ്യാസം പരിഹരിച്ചിരിക്കുന്നു. 5 ബോളിൽ നിന്നും 8 റൺസ്. വൈശാഖ്. നൈസ്ലി പ്ലേഡ്. 2 ഓടാനുള്ള ശ്രമം. ചാൻസ് പറ്റൂ. ഇല്ല, അളി അവിടെ ഒരു തിരുവാതിര. ഓൺലി 2. 4 പന്തിൽ നിന്നും 6. അഗൈൻ വൈശു. വൈശു തട്ടാൻ നോക്കിയതാണ്, പക്ഷെ അത് പൊന്തി. പക്ഷെ ക്യാച്ചിന്റെ ചാൻസ് ഉണ്ടായിരുന്നില്ല. ഒരു കൂറ്റൻ ഷോട്ടിനുള്ള ശ്രമമായിരുന്നു, പക്ഷെ സിംഗിള് മാത്രം. 2 പന്തിൽ നിന്നും 4. ഈ കളി വിജയിപ്പിക്കാനുള്ള ദൗത്യം വൈശാഖനാന്ന് തോന്നുന്നുണ്ട്. 2-ൽ 4. ഒരു കിടിലം ബോളായിരുന്നു.
ജസ്റ്റിൻ ഡോട്ടായി. അവസാന പന്തിൽ 4 റൺ വിജയലക്ഷ്യം. 1-4. ഓ കൂറ്റ ഷോട്ട്. വ്യാസം കേപ്പിരടുത്തേക്ക്. യെസ്, 3 ഓടിയാൽ സമനില. ഒരു റണ്ണിന് 2 ഓടി എടുത്തു. 1 റണ്ണിന് ജയം. ത്രില്ലിംഗ് മാച്ച്. ജെഫിൻ്റെ ടീം 1 റണ്ണിന് തോൽവി വഴങ്ങിയിരിക്കുന്നു. നിരാശനായ ജെഫിനെ കാണാം. ടീമിനെ തോൽപ്പിക്കാൻ പല വഴി നോക്കിയെങ്കിലും വ്യാസന്റെ പോരാളികൾ വ്യാസന് വേണ്ടി കളി ജയിച്ചിരിക്കുന്നു. വിക്ടറി. യെസ്.